വാം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 27/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു നാടകത്തിൽ വേഷം കെട്ടി അഭിനയിക്കാൻ പോയാൽ നാടകം കഴിഞ്ഞിട്ടും താൻ ആ കഥാപാത്രം തന്നെയാണെന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ അത് എത്രമാത്രം വിചിത്രമായിരിക്കുമെന്ന്? ശരിക്കും വളരെ വിചിത്രമായിരിക്കും അത്. അതെ, നമ്മളിൽ പലരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണെങ്കിലോ? ഈ ആഴത്തിലുള്ള ആത്മീയ പഠനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറുമൊരു ആശയമല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് കാലനുമേൽ വിജയം നേടുക എന്ന അതിഗംഭീരമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. ഉറപ്പായും. അതായത്, നമ്മൾ വെറുമൊരു ശരീരമാണെന്ന ആ ദേഹ അഭിമാനത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു ആത്മാവാണെന്ന ആത്മാഭിമാനത്തിലേക്ക് മാറാനുള്ള ബാബയുടെ നിർദ്ദേശങ്ങളാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ജ്ഞാനം കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ഉള്ളറകൾ വലുതാണ്. എനിക്കാദ്യമേ ചോദിക്കാനുള്ളത്, ബാബ എന്തിനാണ് രണ്ടച്ഛന്മാർ എന്നൊരു സങ്കല്പത്തിൽ നിന്നും ഇന്നത്തെ പഠനം തുടങ്ങുന്നത്? നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നതും ഈ രണ്ടച്ഛന്മാരും തമ്മിലുള്ള ബന്ധമെന്താണ്? അതൊരു വലിയ തുടക്കമാണ്. കാലനുമേൽ അല്ലെങ്കിൽ സമയത്തിന്മേൽ വിജയം നേടണമെങ്കിൽ ആദ്യം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചറിയണം. അതായത്, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന്. ഈ ജ്ഞാനം പരമാത്മാവ് എന്നുവെച്ചാൽ ശിവബാബ മാത്രമാണ് നൽകുന്നത്. മറ്റാർക്കും ഇത് നൽകാൻ സാധിക്കില്ല. ഭക്തിമാർഗത്തിൽ മനുഷ്യർക്ക് രണ്ടച്ഛന്മാരുണ്ടെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് നമ്മുടെ ലൗകിക അച്ഛൻ, ഈ ഭൗതിക ശരീരത്തിന് ജന്മം നൽകിയ അച്ഛൻ. അതെ അതെ. മറ്റൊന്ന് പാരലൗകിക അച്ഛനായ ശിവബാബ. ഈ വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ലൗകിക അച്ഛനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സമ്പത്തിന് വളരെ കൃത്യമായ ഒരു പരിധിയുണ്ട്. അത് പണമോ വീടൊക്കെ ആകാം. ശരിയാണ്. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ശരീരം അവസാനിക്കുമ്പോൾ, ആ സമ്പത്തും അവസാനിക്കുന്നു. എന്നാൽ നിരാകാരനായ പരംപിതാ പരമാത്മാവ് ശിവനിൽ നിന്നും ലഭിക്കുന്ന സമ്പത്ത് അങ്ങനെയല്ല. അത് പരിധിയില്ലാത്തതാണ്. അരകൽപ്പമായി രാവണൻ എങ്ങനെയാണ് മനുഷ്യരെ ദേഹാഭിമാനിയാക്കി മാറ്റിയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വെറുമൊരു ശരീരമല്ല എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. പക്ഷെ ഒരു സംശയം, ഈ ആത്മാവെന്ന് പറയുമ്പോൾ അതെവിടെയാണ് ഇരിക്കുന്നത്? ഇന്നത്തെ മുരളിയിൽ ബാബ വളരെ കൃത്യമായൊരു ലൊക്കേഷൻ പറയുന്നുണ്ടല്ലോ. ഉവ്വ്. ബാബ പറയുന്നത് ആത്മാവ് എന്നത് ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന ഒരു സൂക്ഷ്മ നക്ഷത്രമാണെന്നാണ്. ആ ചൈതന്യ നക്ഷത്രത്തെ നമ്മുടെ ഈ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതിന് ദിവ്യദൃഷ്ടി തന്നെ ആവശ്യമാണ്. നിൽക്കൂ, അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ നാടകത്തിലെ വേഷത്തിന്റെ ഉദാഹരണം ഒന്നുകൂടി എടുത്താൽ, ഈ ഭൃഗുടിയിൽ തിളങ്ങുന്ന നക്ഷത്രമായി സ്വയത്തെ കാണാൻ ബാബ പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ കോസ്റ്റ്യൂമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണോ? 100% അതെ. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ഈ സൂക്ഷ്മമായ ആത്മാവാണ് 84 ജന്മങ്ങൾ എടുത്ത് പല പല ശരീരങ്ങളിലൂടെ കടന്നുപോകുന്നതെന്ന് ബാബ വ്യക്തമാക്കുന്നു. ആഹാ, 84 ജന്മങ്ങളോ? അപ്പോ ആത്മാവ് ഇത്രയും ജന്മങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ പ്രക്രിയയ്ക്കും ഒരു ചരിത്രമുണ്ടാകണമല്ലോ. ഇന്നത്തെ മുരളിയിൽ ബാബ 5000 വർഷത്തെ സൃഷ്ടിചക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള ഭാരതത്തിന്റെ ചരിത്രം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 5000 വർഷത്തെ ചക്രം തുടങ്ങുന്നത് സത്യയുഗത്തിലാണ്. സ്വർഗം എന്നു പറയുന്ന ആ സൂര്യവംശി കാലഘട്ടം 16 കലാ സമ്പൂർണമായിരുന്നു. ആത്മാവിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. അതെ. പിന്നീട് ത്രേതായുഗത്തിൽ, അതായത് ചന്ദ്രവംശി കാലത്തെത്തുമ്പോൾ 2 കല കുറഞ്ഞു. അവിടെ വെള്ളി കറ പിടിച്ചു. പിന്നീട് ദ്വാപരയുഗം മുതൽ രാവണരാജ്യം തുടങ്ങി ചെമ്പിന്റെ കറ പിടിച്ചു. എന്നുവെച്ചാൽ പതിയെ പതിയെ താഴോട്ട് വരെയാണ്. അതെ അതെ. ഇപ്പോൾ കലിയുഗ അവസാനത്തിൽ ആത്മാവ് പൂർണ്ണമായും തമോപ്രധാനമായി മാറി. അതായത് ഇരുമ്പ് പോലെയായി. പണ്ട് സുഖധാമമായിരുന്ന ഭാരതം ഇപ്പോൾ ദുഃഖധാമമായി മാറി എന്ന് ബാബ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധേയമാകുന്നത്. ഇതൊരു മൊബൈൽ ഫോണിന്റെ ബാറ്ററി 100% നിന്നും 0 ചാർജ് തീരുന്നത് പോലെയാണോ? ഈ മുഴുവൻ നാടകവും ഭാരതത്തിലാണെന്ന് ബാബ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഭൂമിയിൽ വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ആ ബാറ്ററിയുടെ ഉദാഹരണം വളരെ കൃത്യമാണ്. പിന്നെ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഈ ഭൂമിയിൽ ഒരേയൊരു ആദ്യ സനാതന ദേവീദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ധർമ്മങ്ങൾ
അതായത് ക്രിസ്ത്യൻ, ഇസ്ലാം, ബുദ്ധമതങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. ഓ, അപ്പൊ തുടക്കത്തിൽ ഭാരതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണ്. സ്വർഗവാസികൾ സ്വർഗത്തിലും നരകവാസികൾ നരകത്തിലും ജനിക്കുമെന്നതിന്റെ യുക്തിയും ഇവിടെയാണ്. സ്വർഗത്തിൽ ജീവിച്ച ആത്മാക്കൾക്ക് മാത്രമേ അവിടെ പുനർജന്മം എടുക്കാൻ സാധിക്കൂ. ശരിയപ്പോ നമ്മൾ പറകെ ബാറ്ററിയുടെ കഥയിലേക്ക് തന്നെ വീണ്ടും വരാം. ഇപ്പോൾ ബാറ്ററി 0%, ആത്മാവ് പൂർണ്ണമായും തമോപ്രധാനമായി. ഇനി ഈ ആത്മാവിനെ റീചാർജ് ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അതിനാണ് കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ വരുന്നത്. ബാബയെ മഹാകാലൻ എന്നാണ് വിളിക്കുന്നത്. അതായത് കാലന്റെയും കാലൻ. മഹാകാലൻ, കാരണം ബാബ കാലിനുമേൽ വിജയം നേടാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. ഈ സമയത്ത് ബാബ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ഭഗവാൻ ശിവബാബയാണ്, അല്ലാതെ കൃഷ്ണനല്ല എന്ന്. അത് വലിയൊരു വെളിപ്പെടുത്തലാണ്. അപ്പോ ഈ സർവ്വവ്യാപി എന്ന സങ്കല്പമോ, ഈ വിനാശകാലത്ത് പരമാത്മാവ് സർവ്വവ്യാപിയാണെന്നും നായിലും പൂച്ചയിലുമുണ്ടെന്നും പറയുന്നതിനെപ്പറ്റി? അതൊരു വലിയ അബദ്ധമാണ്. അങ്ങനെ പറയുന്നത് ബാബയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ബാബ അതിനെ ധർമ്മഗ്ലാനി എന്നാണ് പറയുന്നത്. സുഖസ്വരൂപനായ ഭഗവാൻ ദുഃഖം നിറഞ്ഞ മൃഗങ്ങളിലുണ്ട് എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ്? വിനാശം തൊട്ടുമുമ്പിൽ നിൽക്കുമ്പോൾ കേവലം വികർമ്മങ്ങളെ വിനാശമാക്കാൻ എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന ബാബയുടെ പഠിപ്പിക്കലിന്റെ പ്രാധാന്യം എന്താണ്? സന്യാസിമാരും തപസ്സൊക്കെ ചെയ്യാറില്ലേ? സന്യാസിമാർ തപസ്സു ചെയ്യും. പക്ഷെ അവർക്ക് വീണ്ടും ഇതേ ലോകത്ത് ജന്മമെടുക്കേണ്ടി വരുന്നു. അവിടെയാണ് ബാബ നൽകുന്ന പവിത്രതയുടെ വ്യത്യാസം. ബാബ സദ്ഗതി നൽകി ആത്മാക്കളെ പരംധാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ആഹാ, അപ്പോ ബാബ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇപ്പോഴും ഇത്രയധികം ദുഃഖം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യർ ഇത്രയും പാപരും ദുഃഖിതരുമായിരിക്കുന്നതെന്തുകൊണ്ട്? ഇന്നത്തെ മുരളിയിൽ മാതേശ്വരിജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ ഇതിനൊരുത്തരം നൽകുന്നുണ്ടല്ലോ. ഉവ്, മാതേശ്വരിജി വളരെ യുക്തിസഹമായിട്ടാണത് പറയുന്നത്. ഭഗവാൻ സർവ്വവ്യാപിയല്ല എന്ന്. ഭഗവാൻ എല്ലാറ്റിലുമുണ്ടെങ്കിൽ ലോകം സദാ സുഖസ്വരൂപമാകണം. പക്ഷേ മനുഷ്യർ ദുഃഖിതരാണ്. അപ്പോ അതിനർത്ഥം ഇപ്പോൾ സർവ്വവ്യാപിയായിരിക്കുന്നത് പരമാത്മാവല്ല, മറിച്ച് മായയാണ് എന്നാണോ? പരമാത്മാവിന്റെ കൂട്ടുകാരനാകണം. ഇതൊരു കനത്ത മഴയത്ത് കുട കയ്യിലുണ്ടെങ്കിലും അത് നിവർത്തിപ്പിടിക്കാത്തതുപോലെയാണല്ലേ? ബാബ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെങ്കിലും നമ്മളത് പ്രായോഗികമായി എടുക്കുന്നില്ല. വളരെ നല്ലൊരു ഉപമയാണത്. ഇതിനെ നമ്മൾ വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ പരമാത്മാവിന്റെ അഭയം പ്രാക്ടിക്കലായി തേടുന്നവർക്ക് മാത്രമേ കൂട്ട് ലഭിക്കൂ എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ചുവട് വെച്ചാൽ ബാബ 10 ചുവട് മുന്നിലെത്തും എന്ന വലിയ ഉറപ്പാണ് ബാബ നൽകുന്നത്. അപ്പോ ഈ അറിവുകൾ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്നതിലേക്ക് നമുക്ക് കടക്കാം. ബാബ നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ. ഇന്നത്തെ ധാരണയ്ക്കുള്ള മുഖ്യസാരം എന്താണ് ബാബ പറയുന്നത്? ധാരണയ്ക്കുള്ള മുഖ്യസാരത്തിൽ പ്രധാനമായും പറയുന്നത് സ്വയത്തെ സദോപ്രധാനമാക്കാൻ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണമെന്നാണ്. അതായത് മന്മനാഭവ. കാലനുമേൽ വിജയിയാകാൻ ബാബയുടെ ഈ പഠിപ്പിൽ മുഴുവൻ ശ്രദ്ധയും നൽകണം. മനസ്സിലായി. അപ്പോ ഇന്നത്തെ വരദാനം എന്താണ്? ബാബ വലിയൊരു ടൈറ്റിൽ നൽകുന്നുണ്ടല്ലോ അതില്. അതെ, ബാബ നൽകിയ ഇന്നത്തെ വരദാനം ഇതാണ്: ബാപ്ദാദയുടെ കർത്തവ്യത്തെ തന്റെ ലക്ഷ്യമാക്കി മാറ്റുന്ന മാസ്റ്റർ മര്യാദാ പുരുഷോത്തമരായി ഭവിക്കട്ടെ. മാസ്റ്റർ മര്യാദാ പുരുഷോത്തമർ. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ലഹരിയിലോ സമ്പത്തിലോ കണ്ണുവെക്കാതെ ബാബയുടെ ഗുണങ്ങളെ മാത്രം ലക്ഷ്യമാക്കണമല്ലേ? ഉറപ്പായും. ഇനി ഇന്നത്തെ സ്ലോഗൻ കൂടി നോക്കാം. സ്ലോഗൻ ഇതാണ്: നോളജ്ഫുള്ളായി വ്യർത്ഥ പ്രശ്നങ്ങളെ സമാപ്തമാക്കൂ, എങ്കിൽ സമയം മിച്ചം വെക്കാം. ആഹാ, വ്യർത്ഥ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതെങ്ങനെ സമയത്തെ ബാക്കി വയ്ക്കുന്നു എന്നത് വളരെ പ്രായോഗികമായൊരു കാര്യമാണ്. പിന്നെ അവ്യക്ത സൂചന, അതിലും നല്ലൊരു പോയിന്റ് ഉണ്ടല്ലോ. അതെ, സദാ അചഞ്ചലവും ഏകരസവുമായ സ്ഥിതിയെന്നാണ് അവ്യക്ത സൂചനയിൽ പറയുന്നത്. സങ്കല്പങ്ങൾ എല്ലാം ബാബയ്ക്ക് നൽകി നിർസങ്കൽപ്പരാകുക, അതായത് കർമ്മേന്ദ്രിയജീത്താകുക. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് അചഞ്ചലമായ സ്ഥിതിയിലെത്താമെന്ന് ചുരുക്കം. ശരി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മുഴുവൻ പോയിന്റുകളും വളരെ ചുരുക്കി ഒരൊറ്റ ശ്വാസത്തിൽ ഞാൻ റിവൈസ് ചെയ്യാം. തീർച്ചയായും. ബാബ സംഗമയുഗത്തിൽ വന്നു നൽകുന്ന ആത്മീയ യാത്ര, 5000 വർഷത്തെ ചക്രം, ദേഹ അഭിമാനം വെടിഞ്ഞ് ആത്മാവ് എന്ന നക്ഷത്രമായി സ്വയത്തെ കാണൽ, പിന്നെ
കൃഷ്ണനല്ല, മറിച്ച് ശിവനാണ് ഗീതയുടെ ഭഗവാൻ എന്ന സത്യം, ഭഗവാൻ സർവ്വവ്യാപിയല്ല എന്ന മാതേശ്വരിജി പറഞ്ഞ വലിയ പോയിന്റ്, ഇന്നത്തെ വരദാനമായ മാസ്റ്റർ മര്യാദ പുരുഷോത്തമർ, പിന്നെ സമയലാഭത്തിനുള്ള സ്ലോഗൻ, മാക്സിമം പോയിന്റുകൾ വിട്ടുപോകാതെ കവർ ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. പോയിന്റുകളെല്ലാം വളരെ കൃത്യമായി കവർ ചെയ്തിട്ടുണ്ട്. ഈ പഠനം അവസാനിക്കുന്നതിനു മുമ്പ് ശ്രോതാക്കൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നൽകാം. നിങ്ങളെ തന്നെ നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന അവിനാശിയായ ഒരു ചെറിയ നക്ഷത്രമായി ഈ നിമിഷം സങ്കൽപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ നേരിടാൻ പോകുന്ന അടുത്ത പ്രശ്നത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എത്രത്തോളം ശാന്തവും വ്യത്യസ്തവുമായിരിക്കും? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ നല്ലൊരു ചോദ്യമാണത്. ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് മാറ്റം തുടങ്ങട്ടെ. അപ്പം നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഓം ശാന്തി. ഓം ശാന്തി.